അയാൾ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ വരുണും സൂര്യയും അധികം കൂടിയിട്ട് കാറിലൊക്കെ കയറി പുറത്ത് നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ച് ഇറങ്ങാണ്. ആ പോലീസുകാരാണെങ്കിൽ അവരുടെ വണ്ടിയിൽ അവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് അങ്ങ് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവർ പുറത്ത് പോയിട്ട് ഓരോ കടകളും കയറി ഇറങ്ങുന്നുണ്ട്. ഈ ശ്യാമ മേഡത്തിനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചിലരോടൊക്കെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇവർ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവരങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ എവിടെ അന്വേഷിച്ചിട്ട് ആരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ രാധികയാണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അമ്മനെയാണെങ്കിൽ കാണുന്നില്ല. അപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ പോലീസുകാരും ഒരുപാട് ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോ കടകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. റോഡിൻ്റെ അരികിൽ കാണുന്ന ആളുകളോട് എല്ലാവരോടും ശ്യാമനെ കണ്ടിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ഇതിൽ കൂടെ പോകുന്നതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും കണ്ടവരായിട്ടില്ല. അപ്പോൾ ഈ പോലീസുകാർ അവരുടെ മുറക്ക് അങ്ങ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വരുണും സൂര്യയും അവരുടെ ആ ഒരു മുറക്കും അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് ടീമായി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരതിയും കൂടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആരതിയും ഓരോ കടയിലൊക്കെ കയറി അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീനെ കണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ച് ഇവരൊരുപാട് അലഞ്ഞ് നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഈ ടൗണുകളിലും എല്ലാം ചോദിക്കുകയാണ്. ആരും കണ്ടതായിട്ട് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കമ്മീഷണറും ആ ടീമും ഇങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വരികയാണ് അവരുടെ അടുത്തേക്ക്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, സാർ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നെ ഈ കായലിൽ കുറച്ച് തുണിയും അതുപോലെ തന്നെ ചെരുപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു. അത് ആരുടേതാണെന്നോ അറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ ഒരു സാധനങ്ങൾ അവിടെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് കണ്ട് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഈ കമ്മീഷണർ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് പോയി നോക്കാം. അഥവാ ഇനി അത് ശ്യാമ മേഡത്തിൻ്റെ ആണെങ്കിലോ എന്നുള്ള ആ ഒരു സൂചനയ്ക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ആ ഒരു മീൻപിടുത്തക്കാരനെയും കൊണ്ടിട്ട് ആ ഒരു കായലിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇയാളെയും കൊണ്ട് കമ്മീഷണറും ആ ടീമും പോയത് മറ്റുള്ളവരെ അറിഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ ആ മുറക്ക് അങ്ങനെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്മീഷണർ അയാളെയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ആ ഒരു കായലിൻ്റെ അരികിൽ കിടക്കുന്ന ഒരു സാരി ഒരു ചെരുപ്പും ഒക്കെ ഇങ്ങനെ ഇയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇയാൾ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് സാർ ഞാൻ മീൻ പിടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ സമയത്ത് വരുണും നമ്മുടെ സൂര്യയും രാധികയും കൂടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് കാറിലിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്മീഷണർ ഈ ഒരു സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇനി ഇത് ശ്യാമ മേഡത്തിൻ്റെ ആയിരിക്കും എന്നുള്ളൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് വരുണിനെ അങ്ങ് കോൾ ചെയ്യുന്നുണ്ട്. ഫോൺ എടുക്കുന്ന സമയത്ത് വരുണ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് എന്താ സാർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞങ്ങളെ ഒരു മീൻപിടുത്തക്കാരന് കായലിൻ്റെ അരികിൽ ഒരു സാരിയും ചെരുപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് നേരിട്ട് വന്നിട്ട് അത് ശ്യാമ മേഡത്തിൻ്റെ ആണോ അല്ലേ എന്നൊന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. എന്നാൽ പിന്നെ ഈ ഏരിയയിലൊന്ന് അന്വേഷണം നടത്താം. എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകും ഇത് ശ്യാമ മേഡത്തിൻ്റെ അതാണെങ്കിൽ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ വരുണിനോട് പറയണേ. അവൻ വരുണ് മെല്ലെ ആ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. കാരണം രാധിക അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളൊക്കെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവളതൊന്നും കേൾക്കണ്ട, ഇങ്ങനൊരു അപകടം പറ്റിയത് എന്തായാലും അവൾ അറിയണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അവന് കാറിൽ നിന്ന് മെല്ലെ അങ്ങ് ഇറങ്ങിയിട്ടാണ് ഈ കമ്മീഷണറോട് സംസാരിക്കുന്നത്. പക്ഷേ അവൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ രാധികയും സൂര്യയും ഒക്കെ ഇറങ്ങിയിട്ട് അവൻ്റെ പിന്നാലെ തന്നെ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഈ കമ്മീഷണർ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പെട്ടെന്ന് ഒന്ന് നോക്കി ഈ സാധനങ്ങളൊക്കെ അവരുടേതാണോ എന്നൊന്ന് ഉറപ്പ് വരുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വരുന്ന ആകെ എങ്ങനെ ഇത് രാധികനോട് പറയുന്നുള്ള നല്ല ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവന് ഓക്കെ സാർ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ സൂര്യയും രാധിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. രാധിക പ്രത്യേകിച്ച് വരുണിനോട് അങ്ങനെ വാശിയിൽ ചോദിക്കുകയാണ്, എന്താ സംഭവം എന്നോടൊന്ന് പറ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ടെൻഷനിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, രാധിക ഒന്നുമില്ല, നീ ഒന്ന് ഇവിടെ നിൽക്ക്, ഞാൻ സൂര്യനോടൊരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യനെ പിടിച്ച് മാറ്റിയിട്ട് ഒന്ന് അപ്പുറത്ത് പോയിട്ട് അവൾ കേൾക്കാതെ കാര്യങ്ങളൊക്കെ സൂര്യനോട് പറയാണ്. അപ്പോൾ സൂര്യൻ വരുണും ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഓരോ സംസാരം ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ രാധിക ഇങ്ങനെ നോക്കി കാണാണ്. അപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു ചെറിയ ഡൗട്ട് കൊടുക്കുകയാണ്, എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട് രാധികയും വരുണിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ വരുണ് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം വരുണ് ഇവളോട് മെല്ലെ പറയും, അതെ ഞങ്ങൾ ഈ ശ്യാമ മേഡത്തിനെ അന്വേഷിച്ച് കുറച്ച് ദൂരത്തേക്കൊക്കെ പോവാണ്. അപ്പം നീ വേഗം കണിമംഗലത്തേക്ക് തിരിച്ചു പോയിക്കോ, അതാ നല്ലത്, ഞാൻ നിന്നെ അവിടെ ആക്കിത്തരാം. ഞങ്ങൾ കുറേ ദൂരങ്ങളിലൊക്കെ പോയി അന്വേഷിക്കട്ടെ, നിന്നെയും കൊണ്ട് പോകുന്നത് ഒരു റിസ്ക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ഇല്ല ഞാൻ കണിമംഗലത്തേക്ക് തിരിച്ച് പോകത്തില്ല, ഞാൻ നിങ്ങൾ എത്ര ദൂരെ പോവുകയാണെങ്കിലും ഞാനും കൂടെ തന്നെ വരാം, എനിക്ക് എൻ്റെ അമ്മനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അത് എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാൻ പോരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വാശി കാണിക്കുകയാണ്. അപ്പോൾ പിന്നെ വരുണ് എന്തായാലും കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവളെയും കൂടി കാറിൽ അങ്ങനെ കയറ്റി കൊണ്ടുപോകണം.
അപ്പോൾ ഇവർ നേരെ ആ കായലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതേ സമയത്ത് ആരതി ആ വിവരം അറിഞ്ഞിട്ട് ആ കമ്മീഷണറുടെ അടുത്തേക്ക് അങ്ങ് ഓടി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓടി വരുന്ന സമയത്ത് അവർ ആ ഒരു എവിഡൻസ്, ആ ഒരു സാരിയും ചെരുപ്പും എല്ലാം ആ ഒരു കരയിൽ അങ്ങ് എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആരതി വരുന്ന സമയത്ത് കമ്മീഷണർ ആരതിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ മീൻപിടുത്തക്കാരന് കണ്ടതാണ് ഈ സംഭവം, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് ശ്യാമയുടെ സാരിയും ശ്യാമയുടെ ചെരുപ്പമൊക്കെ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരതി, അത്രയും ധൈര്യശാലിയായ ആരതി വരെ അവിടെ അങ്ങ് പേടിച്ച് സങ്കടമായി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആരതി വേഗം ആ ഒരു ചെരുപ്പും സാരിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആരതി പക്ഷേ ആ ഒരു സാരി ശ്യാമ ഇട്ടത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ചെറിയമ്മ ഇങ്ങനെ ഒരു സാരി ഇട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇവളിങ്ങനെ പറയാന്ന്. ഇത് ചെറിയമ്മയുടെ ഇതായിരിക്കില്ല, ഇത് അങ്ങനെ ഒരു സാരി ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമ്മീഷണർ അറിയുന്നുണ്ട്, എന്നാലും എന്നാൽ രാധികനൊന്ന് വിളിക്കാം, ചിലപ്പോൾ അവൾക്ക് വേണമെങ്കിൽ അറിയാലോ, നമുക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ ഇപ്പോൾ എന്തായാലും വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കമ്മീഷണർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി വരുണിനെ അങ്ങ് വെയിറ്റ് ചെയ്യാണ്. അവൻ വരുണും അവിടെ അങ്ങ് സ്ഥലത്ത് എത്തുകയാണ്. അവൻ വരുണ് സ്ഥലത്തെത്തിയിട്ട് എങ്ങനെയെങ്കിലും ഈ രാധികനെ ഇവിടെ നിർത്തിയിട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങാണ് അവർക്ക്. കാരണം രാധികനെയും കൂടി അങ്ങോട്ട് കൊണ്ടുവന്ന് അവൾ ടെൻഷനായി നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള ആ ഒരു കാര്യം വിചാരിച്ചിട്ട് വരുണ് മെല്ലെ ഈ സൂര്യനോട് പറയുന്നുണ്ട്, ഏട്ടാ നമുക്ക് രണ്ടുപേർക്കും എല്ലാം ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അവിടെ ആക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം വരുണ് ആ ഒരു കായലിൻ്റെ അരികിലുള്ള റോഡിൽ അങ്ങ് സൈഡാക്കിയിട്ട് മെല്ലെ ഇവിടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ രാധിക നീ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ വരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവളാ കാറിന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കായലിൻ്റെ അരികിലാണ്. അപ്പോൾ ഇവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തിനാ അപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇവിടെ എന്തിനാ അന്വേഷിക്കാൻ വന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലൊക്കെയാണ് ഇവൾ പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവർ മെല്ലെ സൂര്യയും വരുണും കൂടിയിട്ട് രാധികനെ ആ കാറിൽ തന്നെ ഇരുത്തുകയാണ്. രാധിക ഇവിടെ തന്നെ ഇരുന്നോ, ഞങ്ങളിപ്പോൾ വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരും ആ കായലിൻ്റെ അരികിലേക്ക് ആ പോലീസുകാരുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ഇവരിങ്ങനെ പോകുന്നതൊക്കെ രാധിക ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്, എന്താ ഇവിടെ സംഭവം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വരുണും ഈ സൂര്യയും കൂടി അവിടെ ആ ഒരു കമ്മീഷണറുടെ അടുത്തെത്തുകയാണ്. അപ്പോൾ ഈ കമ്മീഷണർ പറയുന്നുണ്ട്, ഇയാളാണ് ഇങ്ങനെ രാവിലെ മീൻ പിടിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടത്, അതുകൊണ്ട് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ ആ സാധനം അത് ശ്യാമയുടേത് തന്നെയാണോ ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നൊക്കെ ഇങ്ങനെ ഈ കമ്മീഷണർ പറയാണ്. അപ്പോൾ വരുണും അതിങ്ങനെ നോക്കുമ്പോൾ പക്ഷെ വരുണിനും അതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ വരുണ് ഈ പറയുന്നുണ്ട്, ഇത് രാധികയ്ക്ക് വേണമെങ്കിൽ മനസ്സിലായിരിക്കും, ഞങ്ങൾക്കും ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഇങ്ങനെ നോക്കി കാണാണ് രാധിക, ഇതെന്താണ് ഇവിടെ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ രാധികയ്ക്ക് ആ കാറിൽ അങ്ങ് ഇരിക്കാനൊന്നും തോന്നുന്നില്ല. അവളാകെ അന്തം വിട്ടിട്ട് എന്താണിത് നടക്കുന്നത് എന്നൊന്നും അറിയാതെ അവൾ ആ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഇതേ സമയത്ത് ഈ കമ്മീഷണർ അടുത്ത് ഇവർ ഭയങ്കര ടെൻഷനിലായി നിൽക്കുകയാണ്, ഇതിന് ശ്യാമയുടേതാണോ അല്ലേന്ന്. ഇവർക്കൊന്നും ആ ഒരു സാരിയും ആ ഒരു ചെരുപ്പൊന്നും തിരിച്ചറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല, കാരണം ഇവരെപ്പോഴും ഇങ്ങനെ ശ്യാമയുടെ അടുത്ത് ഉണ്ടാവുന്നതല്ലല്ലോ. അപ്പോൾ എല്ലാ ഡ്രസ്സുകളൊക്കെ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഇത് രാധികയ്ക്ക് വേണമെങ്കിൽ തിരിച്ചറിയാൻ കഴിയുമായിരിക്കും എന്നൊക്കെ ആ കമ്മീഷണർ പറയുന്നുണ്ട്. രാധികനെന്ന് കൊണ്ടുവന്ന അവൾ ഐഡൻറ്റിഫൈ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അങ്ങനെ ഇത് ശ്യാമയുടേതാണ് എന്നുണ്ടെങ്കിൽ എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഈ ഒരു കായൽ ബേസ് അന്വേഷണം നടത്താം എന്നൊക്കെ ഇങ്ങനെ ഈ കമ്മീഷണർ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എങ്ങനെ ഇനി രാധികനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവളിത് അറിഞ്ഞാൽ ഇവൾ എങ്ങനെ ഇത് റിയാക്ട് ചെയ്യുന്നൊന്നും അറിയാതെ ഇവർ ഭയങ്കര ടെൻഷനിലായി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് രാധിക കാറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അന്തം വിട്ട് അങ്ങനെ നടന്നു വരികയാണ്, എന്താണിത് സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇവളങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ നടന്നു വന്ന് ഇവരുടെ അടുത്തേക്ക് അങ്ങ് എത്തുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ആ കമ്മീഷണർ പറയുന്നുണ്ട്, ആ ഒരു സാരി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ, അതൊരു ശ്യാമ മാഡത്തിൻ്റെ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളങ്ങനെ മെല്ലെ പോയി നോക്കുകയാണ് ആ ഒരു എവിഡൻസിൻ്റെ അടുത്തേക്ക്. എല്ലാവരും ഇവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവൾക്ക് മാത്രമേ ഇനി അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ അത് ശ്യാമയുടേത് തന്നെയാണോ എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ ഇവളിങ്ങനെ പോയിട്ട് ആ ഒരു സാരിയും ചെരുപ്പൊക്കെ ഇങ്ങനെ നോക്കി അവിടെ അടുത്ത് പോയി നിൽക്കുകയാണ്. എന്നിട്ട് അതിലൊക്കെ അങ്ങനെ നോക്കിയിട്ട് അവളങ്ങ് പൊട്ടി കരയാണ്. അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുക ഇവളെ റിയാക്ഷനൊക്കെ. അപ്പോൾ ഇവളങ്ങ് കരഞ്ഞിട്ട് ആ സാരിയൊക്കെ എടുത്തങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ മുറുക്കെ പിടിച്ച് അവളങ്ങ് പൊട്ടി കരഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവളങ്ങ് കുഴഞ്ഞ് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ പിന്നെ വരുണൊക്കെ ഓടി വരികയാണ് ഇവളുടെ അടുത്തേക്ക്.
എന്താ രാധിക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അവളുടെ അടുത്തേക്ക് അങ്ങ് വരുമ്പോൾ ഇവൾ പറയുന്നുണ്ട്, വരുൺ ഈ സാരി ഞാൻ അമ്മക്ക് കൊടുത്തതാണ് എന്ന് അവളങ്ങ് പറയാണ്. അത് കേൾക്കുമ്പോഴേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഈ സാരി ഞാൻ അമ്മക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ ഈ സാരിയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ സാരി അങ്ങ് കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഒരുപാട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു എവിഡൻസൊക്കെ കണ്ടിട്ട് ഇവളതൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ കരയുന്നതിൻ്റെ ഇടയിൽ ആ കമ്മീഷണർ സിറ്റുവേഷൻ നോക്കാതെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇമോഷൻസ് ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനൊന്നും അത്ര അങ്ങ് വാല്യൂ കൊടുക്കാതെയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇയാൾ പെട്ടെന്ന് അങ്ങ് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ശ്യാമ മേഡത്തിന് ഇവിടെ ഈ കായലിൽ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്ങ് തുറന്നടിച്ചങ്ങ് പറയാണ്. അപ്പോൾ രാധികയുടെ ഈ അവസ്ഥ എന്താണെന്നും അയാൾ അത്ര അങ്ങ് കാര്യമാക്കിയിട്ടില്ല. കാരണം ഇത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവളുടെ ആ ഒരു ഡ്യൂട്ടിയുടെ രീതിയിൽ അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ രാധിക അത് കേട്ട് അങ്ങ് ഞെട്ടാണ്. നിങ്ങൾ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് അയാളുടെ നേരെ അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്, എൻ്റെ അമ്മക്ക് അപകടം പറ്റിയെന്നോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടെൻഷനാവാണ്. ഇനി എന്താ സംഭവിക്കും, ഇവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും അങ്ങ് പേടിക്കുകയാണ്. അപ്പോൾ ഇവൾ ഇല്ല എൻ്റെ അമ്മക്ക് അപകടം പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അവിടെയൊക്കെ ബഹളം വെച്ചിട്ട് അങ്ങ് കുഴഞ്ഞ് അങ്ങ് ബോധം കെട്ട് അങ്ങ് വീഴാണ്. അപ്പോൾ പിന്നെ എല്ലാവരും രാധിക എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോൾ ഇവളെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ ഒന്നും ഇവൾക്ക് ബോധം വരുന്നില്ല. ഇവളാകെ തളർന്ന് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ആരതി പറയുന്നുണ്ട്, വരുണ് നിങ്ങളെല്ലാവരും കൂടി ഇവളെ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോ, ഞാൻ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. എന്നിട്ട് അവളും എല്ലാവരും കൂടിയിട്ട് അവളെ അങ്ങ് എടുത്തുകൊണ്ട് ആ കാറിലേക്ക് അങ്ങ് ഓടുന്നുണ്ട്. അപ്പോൾ ഓടി കഴിഞ്ഞിട്ട് വേഗം അവർ ആ കാറിൽ അങ്ങ് അവളെ കിടത്താണ്. അപ്പം സൂര്യ വരുണനോട് പറയുന്നുണ്ട്, ഈ രാധികയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞാനും ആരതിയും ഇവിടെ നിൽക്കുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങളിവിടെ നിന്നോടാ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം വരുണ് പറയുന്നുണ്ട്, ഓക്കെ ഏട്ടാ എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ പോട്ടെ ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ കാറിൽ കിടത്തിയിട്ട് പെട്ടെന്ന് തന്നെ വരുണ് കാറും എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവളെയും കൊണ്ട് അങ്ങ് സ്പീഡിൽ പോവുകയാണ്. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കായലിൻ്റെ അരികിലാണെങ്കിൽ അത് ബേസ്ഡ് അന്വേഷണം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ശ്യാമയുടെ ആ ഒരു ഡെഡ് ബോഡിക്കും വേണ്ടിയിട്ട് ഈ കായലിലാണ് അപകടം നടന്നത് എന്നുള്ള ഒരു അനുമാനത്തിലെത്തുകയാണ് അവർ. അപ്പോൾ ഇവർ ആ ഒരു ബേസിലുള്ള അന്വേഷണം അവിടെ നടക്കുന്ന സമയത്ത് വരുണ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു സമയത്താണ് ദേവനാരായണൻ രാധികയ്ക്ക് അങ്ങ് വിളിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ശ്യാമനെ കാണാതായോ എന്നുള്ള ആ പ്രിയങ്കയും സുകുമാരി മുത്തശ്ശിയും പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങ് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോൺ എടുക്കുന്നുമില്ല. അപ്പോൾ ഇയാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോൺ എടുക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ശ്യാമക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാൻ കഴിയുമെന്നൊന്നും അറിയില്ല. ശ്യാമ ഇനി ആത്മഹത്യ ചെയ്തോ അതോ എന്തായിരിക്കും അവിടെ സംഭവിച്ചത്, സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയാനും പറ്റില്ല. ഇനി ആരെങ്കിലുമൊക്കെ ആ ഒരു അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എവിഡൻസ് അവിടെ ഇട്ടതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ശ്യാമയ്ക്ക് എന്താ പറ്റിയത്, ശ്യാമ മരിച്ചു പോയോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ ബൈ ഓൾ.